ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കിയാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത്. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊൻകണി ഒരുക്കി മലയാളികൾ വിഷുവിനെ വരവേറ്റു. ജില്ലയിലെ ക്ഷേത്രങ്ങളിലെല്ലാം വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. മലയാളികൾക്ക് മേടമൊന്ന് പുതുവർഷ പിറവിയാണ്. വർഷം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട നന്മകളുടെ പ്രതീക്ഷകളുമായാണ് വിഷു പുലരിയിലേക്ക് ഓരോ മലയാളിയും കണ്ണു തുറക്കുന്നത്. ജില്ലയിലെ ക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ മുതൽ തന്നെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ജില്ലയിലെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രമായ ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശിക്കാൻ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വിഷു സദ്യയും ഒരുക്കിയിരുന്നു. ഓണം പോലെ പ്രധാനപ്പെട്ട ആഘോഷമാണ് വിഷുവും. നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിനത്തിന്റെ ആഘോഷമാണ് വിഷു എന്നാണ് ഐതിഹ്യം. കണിക്കൊപ്പം കൈനീട്ടം നൽകിയാണ് വിഷു ആഘോഷം. മേടപ്പുലരിയിൽ കണ്ണനെ കണി കണ്ടുണരുന്ന മലയാളികൾക്ക് കണിക്കൊന്ന ഒഴിച്ചുകൂട്ടാനാവാത്തതാണ്. ഓട്ടുരുളിയിൽ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലായി കണി വെള്ളരിയും ഫലങ്ങളുമുണ്ടാകും. കണി കണ്ട ശേഷം കൈനീട്ടമാണ്. വീട്ടിലെ മുതിർന്നവർ കയ്യിൽ വെച്ചു നൽകുന്ന അനുഗ്രഹം കൂടിയാണ് കൈനീട്ടം. പിന്നെ നാട്ടുരുചിയുമായി സദ്യവട്ടം. പോയ വാരത്തിന്റെ ഓർമ്മകൾ പുതുക്കൽ കൂടിയാണ് ഓരോ ആഘോഷങ്ങളും. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ തലമുറകളിലേക്ക് കൈമാറുക കൂടിയാണ് ഈ മേടമാസ പുലരിയിൽ. കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു. പുതിയ തുടക്കം, പുതിയ പ്രതീക്ഷ. വീടുകളിലെല്ലാം ഇന്നലെ കണിയൊരുക്കലിന്റെ രാത്രിയായിരുന്നു. ഓട്ടുരുളിയിൽ നിലവിളക്കിനും ശ്രീകൃഷ്ണ വിഗ്രഹത്തിനു മുന്നിൽ കണിക്കൊന്നയും കായ്കളും കനികളും കോടിമുണ്ടും കണ്ണാടിയുമെല്ലാം അണിനിരത്തി കണിയൊരുക്കി. ഇന്ന് പുലർച്ചെ നിലവിളക്ക് തെളിച്ചാണ് പൊൻകണിയിലേക്ക് മിഴി തുറന്നത്.